ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരം എണീറ്റിട്ട് കിച്ചണിലേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് സ്കൂൾ തുറക്കുകയാണ്, തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ്. സ്കൂളൊക്കെ തുറക്കില്ലേ, വീണ്ടും നമ്മുടെ ആ റൊട്ടീന്. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സ്കൂളില്ലാത്തൊന്നും നമ്മൾ ഉണ്ടാക്കും, പക്ഷേ ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടൊരു സാവധാനമായിരിക്കും അല്ലേ. പോകാനൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് സ്കൂൾക്ക് പോകാനൊന്നുമില്ലല്ലോ എന്നൊക്കെ. മദ്രസ ഉണ്ട്, മദ്രസ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിനോട് രാവിലെ എണീറ്റ് പറഞ്ഞോള് പോകും, പിന്നെ ഞാൻ അവിടെ തന്നെ കിടക്കും. പിന്നെ എണീറ്റ് ഞാൻ കിച്ചണൊക്കെ എത്തി ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിലും ഒക്കെ 10 മണിയാവും. അപ്പോൾ സ്കൂൾ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും നമുക്കൊരു ചിട്ടയുണ്ട്, കറക്റ്റ് എല്ലാ സമയമാവും, മറ്റേ പണി കിട്ടി തീരൂല. അപ്പോൾ ഓൽക്ക് പോകണമല്ലോ, ഓൽക്ക് കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വേഗം ഫുഡ് റെഡിയാക്കുകയൊക്കെ ചെയ്യും. അപ്പം 10 ദിവസം 12 ദിവസം 20 22 തീയതി പൂട്ടിയതാണ്. ഇപ്രാവശ്യം കുറേ ഒഴിവുള്ള പോലെ തോന്നി. കുറേ കാര്യങ്ങളും ഒക്കെ നടന്ന ഒരു 10 ദിവസമായിരുന്നു. ടൂർ പോയി, പിന്നെ ന്യൂ ഇയർ, ഐറൂൻ്റെ ബർത്ത്ഡേ, അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉള്ളൊരു, പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസുകളൊക്കെ, അതായത് ഇതുപോലെ ഡോക്ടറെ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന ഒരു വീണ്ടും സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഒരു റൊട്ടീന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഞാനിതാ എത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളാണ്. അപ്പോൾ ആദ്യൻ്റെ പണി അറിയുന്നത് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു വീതം ഒന്നും ഉണ്ടാവുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ അത് നടക്കാറില്ല. അങ്ങനെ രാത്രി പാത്രം അതിലേക്ക് ഇടും, പിന്നെ ബാക്കി ഗ്ലാസ്സുകളൊക്കെ വെക്കും. ഇനിയിപ്പോൾ ഒക്കെ രാവിലെ എണീറ്റിട്ട് ഒക്കെ ഇങ്ങോട്ട് എടുത്ത് ക്ലീൻ ആക്കുമ്പോഴാണ് ഒരു സമാധാനം. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് പുതുക്കി പണിതിന് ശേഷം ഇതിൻ്റെ രാവിലെ എണീറ്റിട്ടുള്ള ഒരു ഫസ്റ്റ് പണി ഇതാണ് കേട്ടോ. നമ്മൾ രാത്രി കഴുകി വെച്ച പാത്രങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഒന്ന് അതിൻ്റേതായ സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ്. വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നേരവും ഇത് ചെയ്യണമല്ലോ. അപ്പോൾ എനിക്കിത് പുതിയതായതുകൊണ്ടാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണത്. കാരണം നമ്മൾ ആദ്യം ഇവിടെ ആയിരുന്നു, സിങ്കിൻ്റെ അടുത്ത് തന്നെയായിരുന്നു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ പ്ലേറ്റും ഗ്ലാസും സ്പൂണും ഒക്കെ അവിടെ. ഇപ്പം അതൊക്കെ നമ്മൾ ഓരോ സമയവും, അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പാത്രം കഴുകി വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് കഴുകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി വെക്കണം. അങ്ങനെ ഇതിപ്പോൾ ഒരു റൊട്ടീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇതിന് വേണം. അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ അതൊക്കെ എടുത്ത് വെച്ച് അവിടേക്ക് ഒന്ന് തുടച്ച് വെച്ചാലേ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ എനിക്ക് നിൽക്കാൻ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് അതൊക്കെ എടുത്ത് തുടച്ചു. അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഈ മുളക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൻ്റെ ഒരു മസാലയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളകൊക്കെ ഒന്ന് വാട്ടി മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഫിഷ് മസാല ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടി വെച്ചതാണ്. അപ്പോൾ ഞാനത് ചൂടാറിയിട്ട് രാത്രി തന്നെ അരച്ച് വെക്കണം. പിന്നെ മിക്സി അതേ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എല്ലാം വാടി ചൂടാറി വന്നപ്പോഴേക്കും കറണ്ട് പോയി ഇന്നലെ രാത്രി. പിന്നെ കുറച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ വന്നത്. അപ്പോൾ പിന്നെ എനിക്ക് മടിയായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉണ്ടാക്കി വെച്ചത് അതേപോലെ മിക്സിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ എടുത്തിട്ട് അതിൻ്റെ അരപ്പൊക്കെ റെഡിയാണല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചുടുവെള്ളം പറഞ്ഞു, ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ കുറച്ചൊരു തണുപ്പുണ്ട്, കട്ടിയായി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ ഒരു മിക്സ് ഇതാകണം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച്, പിന്നെ പറഞ്ഞ വെള്ളമൊക്കെ ഞാൻ പുളിവെള്ളമാണ് കേട്ടോ. പുളി ഞാൻ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാണ് അതൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരു മീൻകറി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടതായിരുന്നു കേട്ടോ. എപ്പോഴും കണ്ടോ, കറണ്ട് വരിക പോവുക വരിക അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ യൂട്യൂബിൽ ഒരു കുക്കിംഗ് ചാനൽ കണ്ടത്, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഷാൻജിയോൻ്റെ ഒന്നല്ല കേട്ടോ. ഇങ്ങനെ അരപ്പൊക്കെ അരച്ച് വെച്ചുണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. മാന്തള മീനായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇന്നലെ രാത്രി തന്നെ അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ മീൻകറി പെട്ടെന്ന് സെറ്റായി. അപ്പം അതിന് മേലെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ മല്ലിയിലയും കുരുമുളക് പൊടിയൊക്കെയാണ് ലാസ്റ്റ് വിതറുന്നത്. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് മാറ്റം തോന്നിയിട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയും അതേപോലെ അതിലൊന്നും കടിക്കാനോ ഒന്നും ഉണ്ടാവില്ല. തക്കാളിയൊക്കെ നമ്മൾ അരച്ചാണല്ലോ ചേർക്കുന്നത്. അങ്ങനെ അത് റെഡിയാക്കിയതിന് ശേഷം ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കലക്കിപ്പാടുന്ന അപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ പൊടി ഇങ്ങനെ കുഴച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇതും മദ്രസ വിട്ടു വന്നത്. അപ്പോൾ ഞാൻ ആ പൊടി ഇങ്ങനെ കലക്കുന്നത് കണ്ടപ്പം കാര്യം പിടികിട്ടി. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു ദോശയാണ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് മാഗി മതി വെച്ചേ, കുറേ ദിവസമായി മാഗി എന്നാ ബൂതിയാവണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ ആയിക്കോട്ടെ 2 മാഗിയും കൊണ്ടു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പാല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്ക് പാലൊക്കെ വാങ്ങി വേഗം അത് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഇടയ്ക്കല്ല എപ്പോഴെങ്കിലൊക്കെ ഉള്ള അങ്ങനെ ഒരു ആഗ്രഹം പറയാറുള്ളൂ.
എപ്പോഴെപ്പോഴും പറയണമെന്നെങ്കിലും ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ നമുക്കും പിന്നെ എളുപ്പമാണല്ലോ ഈ ഒരു സംഭവം. പക്ഷേ നമ്മൾ എളുപ്പം നോക്കിയിട്ട് അറിയില്ല, ഹെൽത്തി ഫുഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും കൊതി പറയുകയാണെങ്കിൽ കൂടുതൽ കൊതി പറയുകയാണെങ്കിലൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ചൂടോട് കൂടി തന്നെ അവൾ കഴിക്കുന്നുണ്ട്. അത് കഴിച്ചതിന് ശേഷം വേഗം യൂണിഫോം മാറ്റുക. ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ പിന്നെ സ്കൂൾ 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് സ്കൂൾ തുറക്കുകയാണെങ്കിലും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, സ്കൂൾക്ക് പോകണമല്ലോ എന്നുള്ള ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു മുഖത്ത്. പിന്നെ പേപ്പർ പരീക്ഷ കഴിഞ്ഞല്ലേ, പരീക്ഷൻ്റെ ആൻസർ പേപ്പർ കിട്ടുള്ളൂ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓളെ മൂക്കിന് എന്താ അലർജിക്ക് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദശൻ്റെ ചെറിയൊരു സംഭവമുണ്ട്. അപ്പോൾ അത് അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചു, മരുന്നൊക്കെ കൊടുത്ത്. അപ്പോൾ അവൾ വെള്ളക്കുപ്പി പിന്നെ എന്താ പറയുക സ്കൂൾ പൂട്ടുന്നതിന് മുന്നേ ബാഗിൽ വെച്ചതാണ്. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നിറച്ച് കൊടുത്തു. ഈ ഒരു വെള്ളക്കുപ്പി ഇല്ലാത്ത സ്റ്റിക്കറില്ല കേട്ടോ. ഓളിങ്ങനെ വാങ്ങുന്ന ഓരോ സ്റ്റിക്കറുകളുണ്ടല്ലോ, എന്തൊക്കെയോ സ്റ്റിക്കറുകളാണ് ഉള്ളത്. അതൊക്കെ ആ വെള്ളക്കുപ്പിമ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഓക്ക് പിന്നെ മൊക്കനെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഓള് മൊക്കനെ എന്നൊക്കെ കുത്തുന്ന കാര്യമൊക്കെ ഓൾക്ക് ഓർമ്മല്ല. സത്യം പറഞ്ഞാൽ ഓള് അങ്ങനെ ബാഗൊക്കെ ഇട്ട് പോവുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പോലെ മോളെ പിന്നെ ഇത് മൊക്കനെ കുത്തുന്ന മാതിരി കൈ മാറുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഓള് അതൊക്കെ ഓർത്ത് മഫ്തൊക്കെ കൊണ്ടുവന്ന് പിന്നെ കുത്തി കൊടുത്തോടും. അങ്ങനെ അത് അവൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇപ്പിച്ചിനോട് കൊണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഇനി നടന്ന് നല്ല കുട്ടിയായിട്ട് നടന്ന് പോയാൽ മതി, നടന്ന് പോവാ നടന്ന് വരിക, നീ കൊണ്ടാക്കി തരുന്ന പരിപാടിയൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് തമ്മിൽ കച്ചറയാണ് കേട്ടോ. എന്തായാലും നമുക്കിനെ കുളപ്പിച്ച് ഒന്നും കൂടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറങ്ങി ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തോളാം സ്കൂൾക്ക് പറഞ്ഞേക്കാണ്. കുറേ ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കും ഒരു ചെറിയൊരു ഇടങ്ങാറാണ് അല്ലേ. ഇവിടെ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ അപ്പോൾ നോക്കിയാൽ ഇതുമോ ഒഴിച്ച് ശീലമായി കണ്ട് പിന്നെ പെട്ടെന്ന് പോകുമ്പോൾ നമുക്കൊരു ഇടങ്ങാറ് തന്നെയാണ്. പക്ഷേ നമുക്കത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഓൽക്ക് സ്കൂൾക്ക് പോകുമ്പോൾ ഒന്നും കൂടി മടിയാവും. അപ്പോൾ ഞാൻ വേഗം വേഗം വെക്കോ എന്നൊക്കെ പറഞ്ഞ് മുഖം ഒന്നങ്ങോട്ട് ഒരു ചുളിവൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഉഷാറൊന്നുമില്ല പോകാനായിട്ട്. ഇങ്ങോട്ട് തന്നെ വരും, അങ്ങോട്ട് തന്നെ പോകും, ഇങ്ങോട്ട് തന്നെ വരും, വെച്ച് കൊണ്ടാക്കി തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ മടി പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്നാമെന്താ വെച്ചാൽ മൂപ്പർക്ക് നല്ല വിശക്കുന്നുണ്ട്. സ്കൂൾ വിട്ട് മൂപ്പരും 15 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്കൂൾക്ക് പോവുകയാണ്. അപ്പോൾ സ്കൂൾ ബസ്സിൽ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്കും എന്താ പറയുക നല്ല മടിയുണ്ട്, വന്ന് വിശക്കുന്നുണ്ട്, എനിക്ക് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്ന്. പക്ഷേ നമ്മളിവിടെ ഫുഡായിട്ടില്ലല്ലോ. ഇതുമൂന്ന് തൽക്കാലം മാഗിയൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. നമ്മളിവിടെ ദോശയൊക്കെ കലക്കി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ചും കൂടി വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കിയത് ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 1-2 കമൻറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ അടുത്തുപോലും എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ കരുതി ഞാനിത് സ്ഥിരമായിട്ട് ഉണ്ടാക്കി ഇങ്ങൾക്കെന്നെ കണ്ട് മടുത്തിട്ടുണ്ടാവുമെന്ന്. പക്ഷേ പിന്നെ ഓരോരുത്തർ അതിൻ്റെ റെസിപ്പി ചോദിക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. പച്ചരി കൊണ്ട് ഉണ്ടാക്കാൻ നമ്മൾ നോർമൽ സാധാരണ പച്ചരിയില്ല അത് ഉണ്ടാക്കുക. അത് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ച് നമുക്കിങ്ങനെ കല്ല് ചട്ടിയിൽ ചുട്ടെടുക്കാം. ഇത് ഞാൻ ചുടുന്നത് നോൺ സ്റ്റിക്ക് ചട്ടിയിലൊന്നും അല്ല കേട്ടോ. കല്ലിൻ്റെ നല്ല എന്താ ഈ ഒരു പിടി ഉണ്ടെന്നേ ഉള്ളൂ. ഒരു കല്ല് ചട്ടി തന്നെയാണ്. അപ്പം അതിൽ എണ്ണയൊക്കെ ആക്കിയിട്ട് തന്നെയാണ് ചുട്ടെടുക്കുന്നത്. പൊടിയാകുമ്പോൾ നമ്മൾ അരിപ്പൊടി ഇടുക, ഇച്ചിരി ഉപ്പിടുക, വെള്ളം പാർന്നിട്ട് അതിൻ്റെ ഒരു ലെവലിൽ കലക്കിയിട്ട് നമ്മൾ സാധാ ദോശക്കൊന്നും ഉള്ളതല്ല, കുറച്ച് ലൂസായിട്ട് കലക്കുക. പിന്നെ നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ പാർന്ന് ഇങ്ങനെ ഒഴിച്ച് ചുടുക തന്നെ. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞങ്ങൾ മാത്രമൊക്കെ ആകുമ്പോൾ എപ്പോഴും തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇപ്പോൾ അതെനിക്കൊരു ഈസി ആയതുകൊണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇത് കഴിച്ച് മടുത്തിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ. പിന്നെ ഒന്നും പറയാത്തതായിരിക്കും എന്നെ. പക്ഷെ ഇടയ്ക്ക് ചപ്പാത്തി വേണം, ഓട്ടട വേണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അധികം എനിക്ക് എളുപ്പത്തിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ വേഗം മീൻകറിയും അപ്പവും ഒക്കെ മേശപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്തു. നല്ല വിശപ്പുണ്ടായിരുന്നു മൂപ്പർക്ക്. പിന്നെ ചായയൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നീനുട്ടി വീഡിയോ കോൾ ചെയ്തത് കേട്ടോ. ഓൾത് എന്നോട് 10 മണിക്ക് എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നൊക്കെ 12 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ ഞാനത് 10 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട്. പക്ഷേ കണ്ട സമയം 10 മണിക്ക് ഇനി 2 മിനിറ്റ് ഉണ്ട്. അതിന് മുന്നേ ഓളിൻ്റെ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ എണീറ്റപ്പോൾ വിളിച്ചതാണ്. ഇനി ഇമ്മച്ചി പിന്നെ വിളിക്കാൻ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബാത്റൂമൊക്കെ പോവുകയാണ്, പല്ലേക്കണം, മുഖം കഴുകണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 11 മണിക്ക് ഇറങ്ങണം, 12 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ ചായ കുടിച്ചിട്ട് വേണം ഡ്യൂട്ടിക്ക് കയറാനായിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവൾ വീഡിയോ കോളൊക്കെ ചെയ്ത് രാവിലെ എന്നെ ഒന്ന് കണ്ട മക്കളെയൊക്കെ ഒന്ന് കണ്ടാൽ സമാധാനമാണ്. മോളൂനൊന്ന് മെസ്സേജ് അയക്കും, നീനുട്ടിക്കൊന്ന് മെസ്സേജ് അയക്കും. പിന്നെ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് സമാധാനം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ച് വെച്ചു. അപ്പോൾ ഇനി അവൾ ഡ്യൂട്ടിക്ക് കയറാൻ നേരം ഇനി വിളിക്കുള്ളൂ കേട്ടോ. ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഇടാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഇടാൻ നിന്നപ്പോൾ കറണ്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കറണ്ട് അടുപ്പുമ്മലാണ് സാധാരണ ചോറ് വെക്കാറുള്ളത്.
അപ്പോൾ നോക്കുമ്പോൾ കറണ്ട് എന്താ പോവാ വരിക. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഗ്യാസ് അടുപ്പമൊക്കെ എടുത്ത് മാറ്റി വെക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. പക്ഷെ അപ്പോഴേക്കും കറണ്ട് വന്നു. പിന്നെ വേഗത ഒന്നും കൂടി ഓണാക്കിയിട്ട് അരി ഇട്ടു കേട്ടോ. വേഗം ചോറ് ഈ ഒരു സമയം കൊണ്ട് തന്നെ വേഗം ആയി കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞല്ലോ എന്ന് കരുതി. പിന്നെ മീൻകറി ഓൾറെഡി ആയി. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ മീൻകറി ഉണ്ടെങ്കിൽ ചോറുക്ക് വേറെ കറിയൊന്നും വേണ്ട. മീൻകറിയും ചോറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂപ്പര് വന്നപ്പോഴും മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സൈസ് മീനാട്ടോ. ഇത് നമ്മൾ രാവിലെ കറി വെച്ചത് മാന്തൾ മീനാട്ടോ. ഈ തൊലിച്ചുണ്ടാക്കുന്ന മീനുണ്ടല്ലോ അതാണ്. ഇപ്പോൾ സ്കൂളിൽ വന്നപ്പോൾ മൂപ്പര് കൊണ്ടുവന്ന മീൻ ഇതാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, എന്തോ ഒരു പൂസാനോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ അത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ തലയും വാലൊക്കെ എടുത്തിട്ടും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് പൊരിക്കാനും തലേൻ്റെ ഭാഗമൊക്കെ മുളകിടാം. അത് നാളേക്കൊക്കെ എന്ത് ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് ഓൾറെഡി മീൻ കറി ഉണ്ടല്ലോ. അപ്പോൾ ബാക്കി ഉടൽ ഭാഗമൊക്കെ ഒന്ന് മസാലയൊക്കെ പറ്റി വെക്കാമെന്നൊക്കെ കരുതി നന്നായിട്ട് മീൻ 2-3 പ്രാവശ്യമായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിക്ക് വെച്ചിട്ടുണ്ട്. ചോറ് അവിടെ നമ്മൾ വേവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം അതൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കാമെന്ന് കരുതി. നമ്മൾ മീൻ കറി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മാന്തളി ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോൾ വാങ്ങിയ മീനും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മസാല തേച്ച് വെക്കുന്നത്. അപ്പോൾ തലേൻ്റെ ഭാഗമൊക്കെ അത് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അങ്ങനെ തന്നെ ഫ്രീസർക്ക് വെക്കാമെന്ന് കരുതി. ബാക്കിയുള്ളത് മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ താഴ്ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് പൊരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ എടുത്ത് വെക്കാമെന്ന് കരുതി. ആര് വന്നാലും ഇനി മോള് ഒക്കെ പെട്ടെന്ന് കയറി വരികയാണെങ്കിലോ മോളിൻ്റെ ഹസ്ബൻഡൊക്കെ വരികയാണെങ്കിലോ അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ പൊരിച്ച് കൊടുക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ താഴെ തന്നെ വെക്കാണ്. അപ്പോൾ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഫിഷ് മസാല, പിന്നെ ഇച്ചിരി സുർക്ക, ഇത്തിരി അരിപ്പൊടി, അങ്ങനെ ഒരുവിധം. പിന്നെ കാശ്മീരി ചില്ലി, ഒരു റെഡ് കളർ ഇങ്ങോട്ട് കിടക്കിട്ട് കാശ്മീരി ചില്ലിയും ഫിഷ് മസാലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം അതാ ഞാൻ അങ്ങനത്തെ മസാലപ്പൊടികളുണ്ടല്ലോ, ഈ ഗരം മസാല, ഫിഷ് മസാല, അങ്ങനത്തെ മസാലപ്പൊടികളൊക്കെ അതാ ഒരു ചെറിയൊരു പെട്ടിയിലാക്കി വെക്കല, ഒരു അങ്ങനത്തെ ഒരു പാത്രത്തിലാക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്ത് അതിൽ മൂടി അങ്ങനെ വെക്കും. ആ പാക്കറ്റ് പൊട്ടിച്ച് വേറെ കുപ്പിയിലൊന്നും ആക്കി വെക്കാറില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത് വേറെ കുപ്പിയിലാക്കി വെച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. പിന്നെ നോക്കുമ്പോൾ ഇതിൽ ഏതാ ഫിഷ് മസാല ഏതാ ചിക്കൻ മസാല ഒന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആ പാക്കറ്റിൽ തന്നെ ഇങ്ങനെ ചെറിയൊരു പാത്രത്തിലാക്കി അടച്ച് വെക്കാറാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് നമ്മൾ മാന്തൾ മീൻ വേറെ സെക്ഷനും പിന്നെ ഇപ്പോൾ കൊണ്ടുവന്ന മീൻ വേറെ ഭാഗത്താക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വേറെ ആക്കി സെപ്പറേറ്റ് ആക്കി അത് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. നന്നായിട്ട് പാത്രം അടച്ചു വെച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാനുള്ളതൊക്കെ അതാ സിങ്കിലേക്ക് ഇങ്ങനെ എടുത്തിടുന്നുണ്ട്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്താണ് വെക്കാറുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ ആ ഭാഗമൊക്കെ വേഗം ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അങ്ങനെ സിങ്കിക്ക് എടുത്തിടുന്നുണ്ട്. പിന്നെ ചോറിടക്ക് വെന്തുകണോ എന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യണോ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ബാക്കി മീനുണ്ടല്ലോ തലേൻ്റെ ഭാഗമൊക്കെ അത് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിട്ട് ബാക്കി അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഭാഗം നമ്മുടെ ഈ ഒരു വീതാനും കൂടി ക്ലീൻ ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെയും കുറച്ച് വൃത്തിയോടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി ഇങ്ങനെ വെച്ചു. വെളിച്ചെണ്ണൻ്റെ കുപ്പിയും പിന്നെ നമ്മളെ മസാലപ്പൊടികളുണ്ടല്ലോ അതൊക്കെ മാത്രമാണ് ഇവിടെ വെക്കാറുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ സ്റ്റോർ റൂമിലാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇന്നലെ കഴുകി വെച്ച കുക്കർ പാത്രങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ സ്റ്റോർ റൂമിൽ തന്നെ കൊണ്ടുപോയി വെക്കുക. അവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക അടുക്കിപ്പറക്കി വെക്കാനുള്ളതായിട്ടുള്ള ഒരു തട്ടൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അവിടേക്കൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കണം. അവിടെ ക്ലീനാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പാത്രങ്ങൾ നമ്മൾ സിങ്കിലേക്ക് എടുത്തിട്ട് പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ പണികൾ രാവിലത്തെ പണികൾ കഴിഞ്ഞു. ഇനി ഉപ്പേരിക്ക് സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നുമില്ല, പച്ചക്കറി ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ മീൻ പൊരിക്കാനുള്ളത് സെറ്റായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു ചൂടോടുകൂടി നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനിരിക്കുമ്പോൾ അങ്ങോട്ട് പൊരിച്ചാൽ മതിയല്ലോ. ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, വേഗം പണികൾ തീർക്കാണ്. അപ്പോൾ ചില ദിവസം നമുക്ക് ഇവിടെ നല്ല മൂഡായിരിക്കും, അപ്പോൾ വേഗം പണികൾ തീർക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചായ കുടിക്കാനൊക്കെ തോന്നും, അപ്പോൾ അങ്ങനെ ചായ കുടിക്കും. ഇപ്പോൾ ഡയറ്റ് കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ നല്ല വണ്ണം വെക്കുക വീഡിയോയിൽ എനിക്കിപ്പോൾ തന്നെ കാണുന്ന തോന്നുന്നുണ്ട്. നല്ല വെയിറ്റ് കൂടിയിട്ടുള്ള പോലെ എനിക്ക് ചുരിദാറൊക്കെ കുറച്ച് കംഫേർട്ട് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ടൈറ്റ് ആയ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വെയിറ്റ് കൂടുന്നുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഇതിൽ കാണിക്കും. അപ്പം ഇപ്പോൾ ഒരു ഡയറ്റും ഇല്ല, വയറൊക്കെ നല്ല കൂടിയ പോലെയും ഒക്കെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്താ അറിയില്ല, ഒന്നും ഇങ്ങോട്ട് ഡയറ്റ് അങ്ങോട്ട് തുടങ്ങാൻ അങ്ങോട്ട് പറ്റണില്ല കേട്ടോ.
അപ്പോൾ ഏതായാലും ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വീതനൊക്കെ ഒന്ന് തുടച്ച് വെച്ചപ്പോഴേക്കും ചോറ് വന്നു. പിന്നെ വേഗം ചോറ് കൂട്ടി വെച്ച് നമ്മുടെ കുറച്ച് ഒരു രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് മീൻ വറുക്കാൻ ഉപ്പേരി ഇന്ന് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ആരുമില്ലല്ലോ, ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ചോറും മീൻകറിയും മീൻ വറുത്തത് മാത്രമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ചോറൊക്കെ ഊറ്റി വെച്ച് ആ പാത്രം കൂടിയൊക്കെ കഴുകി വെച്ചിട്ട് നമ്മൾ നല്ലൊരു ചായയല്ല കോഫിയാണ്, ബട്ടർ കോഫിയാണ്. ബട്ടർ കോഫിയൊക്കെ കുടിച്ചിട്ട് കുറേ ദിവസമായിട്ട് അൺഹെൽത്തി ഫുഡ് മാത്രമാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ ഒരു ചിട്ടയിൽ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് അപ്പോൾ റിലാക്സ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.